ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം 2016 അവസാനത്തെ യോഗത്തിന് ശേഷം ഒരു പ്രധാന നയതന്ത്ര ഇടപെടലിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. അറബ് രാഷ്ട്രങ്ങളുടെ ലീഗിലെ 22 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യ മന്ത്രിമാരും മുതിർന്ന പ്രതിനിധികളുമാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നത്. ലോക രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം, എതിരാളികളായ ബ്ലോക്കുകൾ വിശ്വസനീയമായ ഒരു സംഭാഷകൻ എന്ന നിലയിൽ ഇന്ത്യ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതെ, ഇന്ത്യ ഒരു പ്രധാന നയതന്ത്ര പാലമായി ഉയർന്നു വരുമ്പോൾ രണ്ടാം ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗത്തിനായി അറബ് രാഷ്ട്രങ്ങൾ ഡൽഹിയിൽ ഒത്തുകൂടുന്നു. മതപൗരസ്ത്യ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നയതന്ത്ര പാലം എന്ന നിലയിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന പങ്കിനെയാണ് ഇത് കാണിക്കുന്നത്. 2016 അവസാന യോഗത്തിന് ശേഷം ഏകദേശം 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇതിപ്പോൾ വീണ്ടും പുനരുജ്ജീവിച്ചിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം, എതിരാളികളായ ബ്ലോക്കുകളിൽ വിശ്വസനീയമായ ഒരു സംഭാഷകൻ എന്ന നിലയിലാണ് ഇന്ത്യ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന സംഘർഷം രൂക്ഷമാകുന്ന ഈ സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളും പശ്ചിമേഷ്യൻ ശക്തികളും ആഗോള പങ്കാളികളും സ്ഥിരത തേടുന്ന സമയത്താണ് ഈ യോഗം ഇപ്പോൾ നടക്കുന്നത്. ഏകദേശം 12 ഗൾഫ് രാജ്യങ്ങളുടെ പങ്കാളിത്തമാണ് IIFMM-ൽ ഉണ്ടാകുന്നത്. ഇതുവരെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് പ്രാദേശിക സുരക്ഷ, ഊർജ സഹകരണം, മിഡിൽ ഈസ്റ്റിലെ വിശാലമായ ഭൗമ രാഷ്ട്രീയ കാലാവസ്ഥ എന്നിവയിൽ ഉണ്ടാകുന്ന ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും. എന്നാൽ ഇപ്പോഴത്തെ ഈ ഉന്നതതല യോഗം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്നിവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുമുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഊർജ സഹകരണത്തിൽ അറബ് രാജ്യങ്ങൾ ഇന്ത്യയുമായി സഖ്യത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയിൽ, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ മേലുള്ള താരിഫ് സമ്മർദ്ദം ഉൾപ്പെടെ അമേരിക്കയുടെ ലിവറേജിനെ ദുർബലപ്പെടുത്തിയേക്കാവുന്ന ഇറാനുമായി ബന്ധപ്പെട്ട നിലപാടുകളിലോ ആണ് അമേരിക്കയുടെ ആശങ്ക. എന്നാൽ ഇറാൻ ഇവിടെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ശക്തമായ ബന്ധം, അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളുമായുള്ള സന്തുലിത ബന്ധം ഈ മേഖലയിൽ ഇറാനെ കൂടുതൽ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താൻ കാരണമാകുമോ എന്നതാണ് ഇറാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സൈനിക നേതൃത്വം അസ്വസ്ഥരാണ്. ഇന്ത്യ അറബ് സഹകരണം കൂടുതൽ ആഴത്തിലുള്ളതാകുന്നത് വിശാലമായ ഇസ്ലാമിക സൈനിക സഖ്യം കെട്ടിപ്പടുക്കുന്നതിനുള്ള തങ്ങളുടെ അഭിലാഷങ്ങളെ ദുർബലപ്പെടുത്തുമെന്നാണ് പാകിസ്ഥാൻ ചിന്തിക്കുന്നത്. പാകിസ്ഥാന്റെ പ്രതിരോധ കയറ്റുമതി താല്പര്യങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും പാകിസ്ഥാൻ ഭയപ്പെടുന്നു. പ്രത്യേകിച്ചും ഇന്ത്യ അറബ് രാജ്യങ്ങളുമായുള്ള തന്ത്രപരമോ പ്രതിരോധപരമോ ആയ പങ്കാളിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പാകിസ്ഥാന്റെ പ്രതിരോധ കയറ്റുമതിയെ ഇത് നിർണായകമായും ബാധിക്കും. ഇവിടെയാണ് ഇന്ത്യയുടെ കഴിവ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. പശ്ചിമേഷ്യൻ ബന്ധങ്ങളിൽ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്ന ഒരു ദശാബ്ദ കാലത്തെ നയത്തിൽ നിന്നാണ് ഈ യോഗത്തിന് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് ഉരുത്തിരിഞ്ഞത്. IMEC, സാമ്പത്തിക ഇടനാഴി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ചരിത്രപരമായി ശത്രുതാപരമായ ബന്ധങ്ങളുള്ള രാജ്യങ്ങളെ ഇന്ത്യ ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷാപാതപരമായി ഒരു കളിക്കാരനായിട്ടല്ല, മറിച്ച് ഒരു പാലമായി സ്വയം നിലകൊള്ളാനാണ് ഇന്ത്യ എന്നും താല്പര്യം കാണിക്കുന്നത്. മുതിർന്ന പലസ്തീൻ പ്രാതിനിധ്യത്തിന്റെ അഭാവം മൂലം ഗാസയിൽ അമേരിക്കൻ പിന്തുണയുള്ള സമാധാന ബോർഡിൽ നിന്ന് അകലം പാലിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിലുള്ള ആത്മവിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തുകയായിരുന്നു. ആ വിശ്വാസ്യതയാണ് പലസ്തീൻ അതോറിറ്റി പ്രതിനിധികളെ പോലും ഇന്ത്യയിലേക്ക് ആകർഷിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഈ സമ്മേളനം പുരോഗമിക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ ഇന്ത്യയെ ഒരു ആതിഥേയൻ എന്ന നിലയിൽ മാത്രമല്ല, പ്രാദേശിക പങ്കാളികളെ ഏറ്റുമുട്ടലിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിവുള്ള ഒരു സ്ഥിര ശക്തിയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അനിശ്ചിതത്വം നിറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ ഫലങ്ങൾ മേഖലയിലുടനീളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അമേരിക്ക, ഇറാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. 2026 ജനുവരി 31 അറബ് വിദേശകാര്യ മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഗാസ സമാധാന പദ്ധതി ഉൾപ്പെടെയുള്ള സമാധാന സംരംഭങ്ങളെ സ്വാഗതം ചെയ്യുന്നതിനിടയിൽ പലസ്തീൻ ജനതയ്ക്കുള്ള ഇന്ത്യയുടെ തുടർച്ചയായ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. പലസ്തീൻ വിഷയത്തിൽ ഇന്ത്യയുടെ ദീർഘകാല നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനൊപ്പം പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയും ഊന്നി പറയുകയും ചെയ്തു. പലസ്തീൻ ജനതയെ ഇന്ത്യ തുടർന്നും പിന്തുണയ്ക്കുന്നുണ്ട് എന്നും ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങളെ സ്വാഗതം ചെയ്യുന്നു എന്നുമാണ് മോദി പറഞ്ഞത്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും പിന്തുണ നൽകുന്നതിൽ അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.